പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. അപ്പസ്തോല പ്രവൃത്തികൾ 22-ാം അധ്യായം 8-ാം വാക്യം. കർത്താവേ, നീ ആരെന്ന് ഞാൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന നസ്രയന യേശു ആകുന്നു ഞാനെന്ന് അവൻ എന്നോട് പറഞ്ഞു. കർത്താവേ, നീ ആരാണോ? അപ്പസ്തോലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും കർത്താവിൻ്റെ ജനത്തെ, ദൈവജനത്തെ ഉപദ്രവിച്ചവനാ, മുടിച്ചവനാ, അവർക്ക് വിരോധമായി പ്രവർത്തിച്ചവനാ. പലപ്പോഴും പലരോടും പോയി ചോദിച്ചു കാണും, നീ ആരാണോ, നീ ഏതാണ് എന്നൊക്കെ ചോദിച്ച് മനുഷ്യരോട് ഹല്ലേലൂയ വഴക്കുണ്ടാക്കി, മനുഷ്യരെ ഭീഷണിപ്പെടുത്തി, മനുഷ്യരെ ഉപദ്രവിച്ച് ജീവിച്ച അപ്പസ്തോലനായ പൗലോസ് ക്രിസ്തുവിൻ്റെ പൈതലായി മാറിയപ്പോൾ, കർത്താവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായപ്പോൾ ഹല്ലേലൂയ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, നീ ആരാ? ആ ഒരു ചോദ്യം തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. യേശു കർത്താവ് പറയുന്നു, ഞാൻ ഹല്ലേലൂയ നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാകുന്നു, നീ പീഡിപ്പിക്കുന്ന ദൈവമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ജീവിതത്തിൽ വന്ന വ്യതിയാനം, ജീവിതത്തിൽ വന്ന മാറ്റം വളരെ ശ്രദ്ധേയമത്രേ. ഇതാ ജീവിതത്തിൽ കർത്താവാരെന്ന് അപ്പസ്തോലൻ രുചിച്ചറിയുന്നു. തൻ്റെ ലേഖനങ്ങളിലൂടെ യേശു തനിക്കാരെന്ന്, കർത്താവ് തനിക്കാരെന്ന് പലയിടത്തും പല രീതിയിലും വ്യാഖ്യാനിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവ് നമുക്കാരാ? ഹല്ലേലൂയ. കർത്താവ് നമുക്ക് എന്താ? ഹല്ലേലൂയ. നാം ഇന്ന് പകൽക്കാലം പ്രധാനപ്പെട്ട 4 പദങ്ങൾ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, എൻ്റെ കർത്താവ് പാപം പരിഹരിക്കുന്നവനാ, അവൻ പാപ പരിഹാരകനാ, സകല പാപത്തിനും പരിഹാരം അവനിൽ മാത്രമാണ്. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ പരിചയപ്പെടുത്തിയവൻ, അവൻ എൻ്റെ പാപത്തിൻ്റെ പരിഹാരകനാ. 1 തിമോത്തി ഹല്ലേലൂയ 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ അപ്പസ്തോലനായ പൗലോസ് പറയുന്നു, യേശുക്രിസ്തു പാപികളെ രക്ഷിക്കാൻ ഭൂമിയിൽ വന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമായ വചനമാണ്. ആ പാപികളിൽ ഏറ്റവും പ്രമാണി ഞാനാ. യേശു ഈ ഭൂമിയിൽ വന്നത് എന്തെന്ന് തനിക്ക് തിരിച്ചറിയാൻ പറ്റി. താൻ അത് ഏറ്റുപറഞ്ഞു. യേശു കർത്താവ് വന്നത് പാപികളെ രക്ഷിപ്പാനാ. ആ പാപിയിൽ ഏറ്റവും പ്രമാണിയും ഞാനാ. ആ പാപം എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ വന്നതെന്ന് തനിക്ക് ധൈര്യത്തോടെ, പ്രാഗൽഭ്യത്തോടെ പറയാൻ സാധിക്കുന്നു. യേശു കർത്താവ് പാപികളെ രക്ഷിപ്പാൻ ഈ ഭൂമിയിൽ കടന്നു വന്നു. ആ പാപത്തിന് ഹല്ലേലൂയ, പാപത്തിൽ ഏറ്റവും പ്രമാണി ഞാനാ. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവപൈതലേ, നിനക്കും ഏറ്റുപറയാൻ പറ്റുമോ? യേശു പാപികളെ രക്ഷിക്കാൻ വന്നു, അതിൽ ഏറ്റവും വലിയ പാപി ഞാനെന്ന്, എനിക്ക് വേണ്ടി യേശു വന്നെന്ന് നിങ്ങൾ സമ്മതിക്കുമെങ്കിൽ നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ രക്ഷിക്കുന്ന കരം, വിടുവിക്കുന്ന കരം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. 2, എൻ്റെ കർത്താവ് എനിക്ക് ആരാ? അവൻ എൻ്റെ ആവശ്യങ്ങളെ തരുന്ന ദൈവമാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം പറയുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നിങ്ങളോടും പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം നിങ്ങളുടെ സകല ആവശ്യങ്ങൾക്കും മതിയായവനത്രയും. നിങ്ങളുടെ ആവശ്യം എത്ര പഴയതായിക്കോട്ടെ, എത്ര സങ്കീർണമായിക്കോട്ടെ, മനുഷ്യർക്ക് പരിഹരിക്കാൻ പറ്റാത്തതായിക്കോട്ടെ, യേശുവിന് തരാൻ പറ്റും. അവൻ നിൻ്റെ ആവശ്യം ഒക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി ചെയ്തു തരുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലവും നമ്മുടെ കർത്താവ് ഏതാവശ്യത്തിനും മതിയായ ദൈവമത്രേ. നിങ്ങളുടെ ആവശ്യവുമായി അവൻ്റെ അടുക്കലാണോ വരുന്നത്? നിശ്ചയമായി ആവശ്യങ്ങളെ തരുന്ന, ആവശ്യത്തെ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ തരുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. 3, നമ്മുടെ കർത്താവ് നമ്മെ ബലപ്പെടുത്തുന്ന ദൈവമത്രേ. അവൻ നമ്മുടെ ബലമാണ്, നമ്മുടെ ശക്തിയാണ്. ഫിലിപ്പിയ ലേഖനം 4:13 തന്നെ അപ്പസ്തോലൻ വിളിച്ചു പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായ ദൈവമാകുന്നു. ഈ പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ദൈവപൈതലേ, പലരും നിങ്ങളെ നോക്കി പറഞ്ഞു കാണും, നിങ്ങളെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്കതിനുള്ള കഴിവില്ല, നിങ്ങൾക്കതിനുള്ള യോഗ്യതയില്ല. നിങ്ങൾ ധൈര്യത്തോടെ ഈ ഒരു വചനം ഏറ്റുപറയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. നിങ്ങളുടെ ടെസ്റ്റ് മണി അങ്ങനായി തീരട്ടെ. ആ കരം ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞാട്ട്, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ ഇന്നിന്ന കാര്യങ്ങൾക്ക് മതിയായവനാ. ഏത് കാര്യത്തിലാണ് മനുഷ്യരെ കുറ്റം പറഞ്ഞത്? ആ പ്രശ്നം പറഞ്ഞിട്ട് പറ, അത് ചെയ്യാൻ, അത് പരിഹരിപ്പാൻ
എൻ്റെ കർത്താവ് എനിക്ക് ശക്തി തരും, എൻ്റെ കർത്താവിൻ്റെ ശക്തി എനിക്ക് മതി. അതുകൊണ്ടാണ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് വീണ്ടും പറയുന്നു, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാ. ആ ദിവസം വരെ എന്നെ നിർത്താൻ, എന്നെ പരിപാലിപ്പാൻ എൻ്റെ ദൈവം ശക്തനാ. ഹല്ലേലൂയ. നാലാമത് ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കർത്താവ് ആരാ? കർത്താവ് എൻ്റെ ഉടയവനാ, എനിക്കുള്ള സകലത്തിൻ്റെയും അധികാരിയാ. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം 25-ാം വാക്യത്തിൽ തൻ്റെ ടെസ്റ്റിമണി അതാ, ഞാൻ സേവിച്ച് നിൽക്കുന്നവനും എൻ്റെ ഉടയവനുമായ എൻ്റെ കർത്താവിനെ അങ്ങനെ പരിചയപ്പെടുത്തുന്നത്, എൻ്റെ ഉടയവൻ. പ്രിയരെ, നമുക്ക് സ്വന്തമായിട്ടൊന്നും പുകഴാൻ ഇല്ല, നമുക്കൊന്നും പുകഴണ്ട. നമ്മുടെ സകലത്തിൻ്റെ ഉടയവൻ കർത്താവാ. ഇതെല്ലാം കർത്താവിൻ്റെ വകയാണ്. നാം ഒരു നാൾ കണക്ക് കൊടുക്കേണ്ടതാ. നാം ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ നന്മകളും, ജീവിതത്തിൽ കടന്നു പോകുന്ന ഏത് സാഹചര്യങ്ങളും, അനുഭവിക്കുന്ന ജീവിത സാഹചര്യങ്ങളെല്ലാം കർത്താവ് തന്നതാ. കർത്താവ് അറിയാതെ ഒന്നുമില്ല. ഇന്ന് പകൽക്കാലം ഒന്ന് സമ്മതിക്കുമോ? എനിക്കൊരു ഉടയവനുണ്ട്, എനിക്കൊരു ഉടമസ്ഥനുണ്ട്. ഈ പകൽക്കാലം ഈ ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. കർത്താവേ, നീ ആരാകുന്നു എന്ന ചോദ്യത്തിന് ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തി, ഞാൻ നിൻ്റെ പാപം പരിഹരിക്കുന്നവനാ. കർത്താവ് പറയുന്നു, ഞാൻ നിൻ്റെ ആവശ്യങ്ങളെ നന്നായി ചെയ്തു തരുന്ന ദൈവമാ. 3, കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ ശക്തനാക്കുന്നവനാ. 4, കർത്താവ് പറയുന്നു, ഞാൻ നിൻ്റെ ഉടയവനാ. ഇന്ന് പകൽക്കാലവും നമുക്കും ഒന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ദൈവം എൻ്റെ പാപം പരിഹരിക്കുന്നവൻ, എൻ്റെ കർത്താവ് എൻ്റെ ആവശ്യത്തെ തരുന്നവൻ, എൻ്റെ കർത്താവ് എന്നെ ശക്തനാക്കുന്നവൻ, എൻ്റെ കർത്താവ് എൻ്റെ സകലത്തിൻ്റെ ഉടയവനാ. ഈ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ.